തൃശൂരിലെ കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF പരാജയത്തെ തുടർന്ന് അധ്യക്ഷനില്ലാതിരുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ജോസഫ് ടാജറ്റിനെ തിരഞ്ഞെടുത്തു. നിലവിൽ DCC വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമാണ് ജോസഫ് ടാജറ്റ്. ജൂൺ 10-നാണ് DCC അധ്യക്ഷനായിരുന്ന ജോസ് വള്ളൂർ സ്ഥാനമൊഴിയുന്നത്. തുടർന്ന് DCCയുടെ ചുമതല പാലക്കാട് MP VK ശ്രീകണ്ഠന് നൽകിയിരുന്നു. പ്രശ്നപരിഹാരത്തിനും സമവായത്തിനും ശ്രീകണ്ഠനും സംസ്ഥാന നേതാക്കളും ശ്രമിച്ചെങ്കിലും ഫലം കണ്ടിരുന്നില്ല. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ശ്രീകണ്ഠൻ അധ്യക്ഷ സ്ഥാനം ഒഴിയുകയാണെന്ന് അറിയിച്ചെങ്കിലും പാർട്ടി അനുവാദം നൽകിയിരുന്നില്ല. വീണ്ടും ശ്രീകണ്ഠൻ വിഷയം ഉന്നയിച്ചതോടെയാണ് പുതിയ DCC അധ്യക്ഷനെ തിരയൽ ഊർജിതമാക്കിയത്. മറ്റു ചില നേതാക്കളെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും ക്രൈസ്തവ സഭാ നേതൃത്വവുമായുള്ള ബന്ധമാണ് ജോസഫ് ടാജറ്റിന് അനുകൂലമായത്. സുരേഷ് ഗോപിയിലൂടെ ക്രൈസ്തവ വോട്ടുകളിൽ കടന്നുകയറാൻ BJP ശ്രമിക്കുന്നതിനെ ചെറുക്കുക എന്നതും ജോസഫ് ടാജറ്റ് എന്ന പേരിലേക്ക് എത്താൻ കാരണമായി. തീർച്ചയായും കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പ്രത്യേകിച്ച് ജില്ലാ നേതൃത്വവും ഒക്കെ എന്നിൽ അർപ്പിച്ച വിശ്വാസം അത് എനിക്ക് 100% ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ല, ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകർ എന്നും പാർട്ടിയുടെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവരാണ്. അവരെല്ലാവരും ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്ന് തന്നെയാണ്. കുറച്ച് നാളുകളായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാർ തൊട്ട് താഴെത്തട്ടിലുള്ളവരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക, ആരെയും ഇതിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിൽ എല്ലാവരെയും ക്ഷമയോടെ കേൾക്കുക, അതിന് പരിഹാരം കണ്ടെത്തുക, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് പ്രഥമ മുൻഗണന. അവരൊക്കെ വലിയ അധികായന്മാരായിരുന്നു. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ സാധാരണ ഒരു പ്രവർത്തകൻ മാത്രമാണ്. പക്ഷേ അവരുടെയൊക്കെ കൂടെ പ്രവർത്തിച്ച ഞാൻ 11 അല്ലെങ്കിൽ 12 DCC പ്രസിഡന്റുമാരുടെ ഒപ്പം ഭാരവാഹിയായിരുന്നു. 10 വർഷമായ DCC വൈസ് പ്രസിഡന്റ് കൂടെയാണ്. അവരുടെയൊക്കെ കൂടെ പ്രവർത്തിച്ചതിൻ്റെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ അവരുടെ കണ്ട് മനസ്സിലാക്കാനും എങ്ങനെ രാഷ്ട്രീയത്തിൽ ഇതിനൊക്കെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട്. അതുമായി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും തന്നെയാണ്. ജനങ്ങൾ പ്രത്യേകിച്ച് വോട്ടർമാർ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ UDFൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് കേരളത്തിൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ കുറച്ച് നാളുകളായിട്ട് ചില തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വിജയങ്ങളൊന്നും നമുക്കുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ചേലക്കരയിലും അതുപോലെ തന്നെ അവിടെ വോട്ടിൻ്റെ മെജോറിറ്റി കുറയ്ക്കാൻ സാധിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു തിരിച്ചുവരവ്, അതുപോലെ തന്നെ ജനങ്ങൾ ഇന്ന് കോൺഗ്രസ് തിരിച്ചു വരണം അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചാൽ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്സിന് അത് സാധിക്കും. അത് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കോൺഗ്രസ് വലിയൊരു തിരിച്ചുവരവാണ്. അതൊക്കെ എല്ലാ കാലത്തും ഇടതുപക്ഷവും അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളൊക്കെ പ്രവർത്തന രംഗത്തുണ്ടായിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾക്കൊരു ഭീഷണിയായിട്ടോ അല്ലെങ്കിൽ അതിനെ ചൊല്ലിയൊന്നും ഞങ്ങളുടെ പ്രവർത്തനത്തിന് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിക്കില്ല. പാർട്ടി എന്നും ഒരു ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ നല്ല രീതിയിൽ തന്നെ ജില്ലയുടെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് പഴയകാല പ്രതാപത്തിലേക്ക് പാർട്ടിയെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും.